അരിപ്പൊടിയും വേണ്ട, പുട്ടുപൊടിയും വേണ്ട, വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 1 കപ്പ് റവ മാത്രം മതി നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാൻ. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ 1 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എല്ലായിടത്തും എത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം മാത്രം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാതെ അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ല ചൂടുവെള്ളം പിന്നെയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പൊടിക്കും അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്നാകെ ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ബോൾ പിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേമാതിരിയുള്ള ബോളാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുഴ ശരിയായാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബോൾ കിട്ടുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പരത്തുമ്പോൾ വക്ക് ശരിയാകാതെ കിട്ടും. ഇനി ഇതേമാതിരിയുള്ള ഒരു നമ്മൾ ഓയിലൊക്കെ വാങ്ങുന്നില്ലേ, ആ ഒരു പേപ്പറിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം ഒരു ബോൾ ഇതിൽ വെച്ച് കൊടുത്ത് ഏതെങ്കിലും ഒരു കപ്പോ എന്തെങ്കിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതേമാതിരി വലുപ്പത്തിലുള്ള സൈസായിട്ടാണ് ഞാൻ ഓരോ സ്നാക്കും റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ എല്ലാതും ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 2 കൈൻ്റെ ഉള്ളുക്കൈയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് മാത്രം മതിയാവും കേട്ടോ. അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ സ്നാക്കും ഇതേമാതിരി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് തീ കൂട്ടി വെക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടേക്കണേ. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരി ഉള്ളു വേവാതെയും കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് അപ്പോൾ പിന്നെയും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തീരെ എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് ഒരു ചട്നിയോ ചമ്മന്തിയോടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.